Hi, all my beautiful souls. Welcome back to my channel. Hope you guys are doing awesome today. So, നിങ്ങൾക്കുള്ള കളക്റ്റീവ് റീഡിംഗ് ആണ്. എന്താണ് ഈ സമയം നിങ്ങൾ കേൾക്കേണ്ടത്? എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ്? Let's see. So, what I'm hearing is be grateful. Okay, so നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സമയം എന്തൊക്കെ ഉണ്ടോ, be grateful for that. ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഓൾറെഡി അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. അതിന് നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കുക. കാരണം ഗ്രാറ്റിറ്റ്യൂഡാണ് ഈ സമയം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു മെസ്സേജ്. ആൻഡ് ലെറ്റ്സ് സീ എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. സോ ഈ ഒരു സമയം നിങ്ങൾക്ക് എന്തെങ്കിലും കൈൻഡ് ഓഫ് മെന്റൽ കോൺഫ്ലിക്ട്സ് ഉണ്ടായിരിക്കാം, ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഓൾറൈറ്റ്, നിങ്ങൾ ഒരുപാട് കൺഫ്യൂസ്ഡ് ആവുന്നുണ്ടായിരിക്കണം, ഒരുപാട് ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടായിരിക്കണം. സിറ്റുവേഷൻ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യത്തിലേക്ക് ഫോഴ്സ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓൾറൈറ്റ്, ഓർ എന്തെങ്കിലും ഹെൽത്ത് സിറ്റുവേഷൻ ഈ ഒരു സമയം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കണം. സ്പെഷ്യലി നിങ്ങളുടെ ബോഡി ഹീറ്റ് ആവുന്നുണ്ടായിരിക്കണം. അത് നിങ്ങളുടെ ഇമോഷൻസ് കാരണമായിരിക്കാം. ചില ആളുകൾക്ക് നിങ്ങളുടെ ഇമോഷൻസ് കൊണ്ട് നിങ്ങളുടെ ബോഡി ഹീറ്റ് ആവുന്നുണ്ട്. സോ കുറച്ചുകൂടി ഒരു ഫിസിക്കൽ കെയർ നിങ്ങൾ കൊടുക്കേണ്ട ഒരു സമയമാണ്. ഓൾറൈറ്റ്, മെന്റൽ കെയർ നിങ്ങൾ കൊടുക്കേണ്ട ഒരു സമയമാണ്. പെട്ടെന്ന് ദേഷ്യം വരുന്നുണ്ടായിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്നായിരിക്കാം ചില ഇമോഷൻസ് നിങ്ങൾക്ക് വരുന്നുണ്ടായിരിക്കാം. സോ അത് നിങ്ങൾക്ക് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. സോ അത് സ്വയം മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് സഹായിക്കാൻ സാധിക്കണം. ഓക്കെ, സോ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കണം. ഓർ ഈ ഒരു സമയത്ത് എന്തൊക്കെയാണോ നിങ്ങൾക്ക് ഒരുപാട് മെന്റൽ കോൺഫ്ലിക്റ്റ് തരുന്നത്, എന്താണോ നിങ്ങൾ ഒരുപാട് ഇങ്ങനെ ബേൺ ചെയ്ത് ചിന്തിക്കുന്നത്, എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും അത് നിങ്ങളുടെ ശരീരം ഒരുപാട് എഫക്ട് ചെയ്യാതെ നോക്കാം. ഓക്കെ, നിങ്ങളുടെ മെന്റൽ ഹെൽത്തിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് ഈ ഒരു സമയം കൊടുക്കുക. നിങ്ങൾക്ക് ഈ ഒരു സമയം എന്തൊക്കെ കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ എന്തൊക്കെ ആലോചിച്ചിട്ടാണോ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നത്, നിങ്ങൾക്ക് അതിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും, അല്ലെങ്കിൽ അതിനുള്ളൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും. പക്ഷേ ഈ ഒരു സമയം ഗോ വിത്ത് ദ ഫ്ലോ. ഓൾറൈറ്റ്, സ്പെഷ്യലി ലൈക്ക് നിങ്ങളുടെ മനസ്സ് തണുപ്പിക്കാനുള്ളതും ശരീരം തണുപ്പിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാം. യു വിൽ ബി ഫൈൻ. നിങ്ങളുടെ ആരോഗ്യമൊക്കെ വളരെ നന്നായിട്ട് തന്നെ വരും. ഓക്കെ, എന്താണ് ഈ സമയം നിങ്ങൾക്കുള്ള മെസ്സേജ്? ലെറ്റ്സ് സീ. മേ ബി നിങ്ങൾക്ക് ഒരുപാട് മെന്റൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നത് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യുക, അല്ലെങ്കിൽ വിട്ടുകളയുന്ന കാര്യം ആലോചിച്ചിട്ടായിരിക്കാം. എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോവോ എന്നുള്ളതായിരിക്കാം. ഓൾറൈറ്റ്, അല്ലെങ്കിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കണം. അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഈ സിറ്റുവേഷൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷെ ഈ സമയം നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് നഷ്ടപ്പെടും എന്ന് നിങ്ങൾ വിചാരിക്കുന്നത്, അത് നിങ്ങൾ വിട്ടുകളയാനുള്ള ഒരു കരേജ് നിങ്ങൾക്ക് ഉണ്ടാവണം. കാരണം ഈ സമയം നിങ്ങൾ എന്തോ ഒരു കാര്യം സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ആളുകളായിരിക്കാം, നിങ്ങളുടെ എന്തെങ്കിലും കാര്യമായിരിക്കാം, or ചില ആളുകൾക്ക് ജോബ് ആയിരിക്കാം. ഓൾറൈറ്റ്, ഈ ഒരു സമയത്തേക്കാണ് നിങ്ങൾ അത് വിട്ടുകളയേണ്ടത്. ഓക്കെ, അത് നിങ്ങൾ എന്തെങ്കിലും ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ ലൈഫിലേക്ക് വരാനുള്ള ഒരു സ്പേസ് നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ആ ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കാൻ. ഈ സമയത്ത് നിങ്ങൾ ചില കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടത്, വിട്ടുകളയേണ്ടത് നിങ്ങളുടെ മെന്റൽ ഹെൽത്തിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് ചില കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയേണ്ടതായിട്ടുള്ളത്. കാരണം ചില കാര്യത്തിൽ പിടിച്ചു നിൽക്കും തോറും നിങ്ങൾക്ക് തന്നെയാണ് അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ചില ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെയാണ് അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. സോ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യുക. ലെറ്റ്സ് സീ എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ്, വാട്ട് യു നീഡ് ടു ഹിയർ റൈറ്റ് നൗ. ഷാഡോ. സോ നിങ്ങൾ പോയിട്ടുള്ള ചില ലൈഫ് സിറ്റുവേഷൻ, ഓർ എന്താണോ ഈ സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ എന്തൊരു കാര്യം ബോധർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് ചില നല്ല എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കണം. ഓക്കെ, സോ ഇമോഷണലി നിങ്ങൾ എന്തൊക്കെയോ ഒരു നല്ല എക്സ്പീരിയൻസും, എന്താണോ ഈ സമയത്ത് നിങ്ങൾ നഷ്ടപ്പെട്ടു പോവാണോ എന്ന് വിചാരിക്കുന്നത്, അതും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കണം. സോ ചില കാര്യങ്ങൾ നിങ്ങൾ നല്ല മെമ്മറീസ് ആയിട്ട് എടുക്കേണ്ടതായിട്ടുണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ ലൈഫിൽ സംഭവിക്കുന്ന സമയത്ത് അത് പിന്നെ നഷ്ടമാവുന്ന സമയത്ത് അത് വലിയൊരു വിഷമായിട്ടല്ല നമ്മൾ കാണേണ്ടത്. അതൊന്നും നിങ്ങൾക്ക് നല്ല മെമ്മറീസ് ഉണ്ടായിട്ടുണ്ടായിരിക്കണം. വളരെ നിങ്ങൾക്ക് ഒരുപാട് ഇമോഷണൽ ഫുൾഫിൽമെന്റ് തോന്നിയിട്ടുള്ള ചില ലൈഫ് സിറ്റുവേഷൻസും മെമ്മറീസും ഒക്കെ നിങ്ങൾ ആ ഒരു കാര്യം കൊണ്ട് അനുഭവിച്ചിട്ടുണ്ടായിരിക്കണം. സോ നല്ലതാക്കിയിട്ട് എടുക്കാൻ ശ്രമിക്കാം. കാരണം ഈ സമയത്ത് നിങ്ങൾ എങ്ങനെയാണോ ചില കാര്യങ്ങൾ എടുക്കുന്നത്, ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേയൊക്കെ റിലീഫ് ആയിട്ട് തോന്നും. ഓക്കെ, കുറേയൊക്കെ സമാധാനം നിങ്ങൾക്ക് ഉണ്ടാവും. സോ എന്താണോ സംഭവിക്കുന്നത് അത് നിങ്ങൾ ഡിഫറെന്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കുക. ഈ ഒരു സമയം എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരുപാട് ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്യാം. Alright, so let's see what you need to hear right now. So maybe ഈ സമയത്ത് നിങ്ങൾ കുറച്ച് ഡിസ്റ്റൻസിൽ വരേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ആക്ച്വലി നിങ്ങളുടെ ഒരു
ബിലീഫ് എന്താന്നുള്ളത്. ഓക്കെ, സോ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ്, എസ്പെഷ്യലി റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് നിങ്ങളുടെ ഒരു ബിലീഫ് ഓർ നിങ്ങളുടെ എക്സ്പീരിയൻസ്, പാസ്റ്റ് എക്സ്പീരിയൻസ് എങ്ങനെയാണ്, ഓർ നിങ്ങളുടെ ഒരു ചില പ്ലേസിൽ നിങ്ങൾ നിൽക്കുന്നത് മേ ബി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഡിക്ഷൻസ് കൊണ്ടായിരിക്കാം. ചില ആളുകളിലേക്ക് നിങ്ങൾക്കുള്ള ഒരു അറ്റാച്ച്മെന്റ്, അട്രാക്ഷൻ എന്ന് പറയുന്നത് അവരോടുള്ള എന്തെങ്കിലും ഫിസിക്കൽ അറ്റാച്ച്മെന്റ് കൊണ്ടായിരിക്കാം, ഫിസിക്കൽ ആയിട്ടുള്ള അഡിക്ഷൻസ് കൊണ്ടായിരിക്കാം. കാരണം ഈ സമയം നിങ്ങൾ ചില കാര്യങ്ങൾ വിട്ടുകളയേണ്ടത് ചില കാര്യങ്ങൾ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം നിങ്ങൾക്ക് ചില കാര്യത്തിന് ഒരു സ്പേസ് ഉണ്ടായാൽ മാത്രമേ നിങ്ങൾക്ക് എന്താന്നുള്ളത് നിങ്ങൾക്കും കാണാൻ സാധിക്കുള്ളൂ. ഓൾറൈറ്റ്, കാരണം ഈ സമയത്ത് നിങ്ങൾ ഒരു കൈൻഡ് ഓഫ് വളരെ ക്ലൗഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്നത് പോലെയാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് നിങ്ങളുടെ തൊട്ട് മുന്നിലുള്ള കാര്യം പോലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കില്ല, മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാവില്ല. സോ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് അത് വേണ്ട രീതിയിൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവില്ല. ഓക്കെ, സോ ഈ സമയത്ത് നിങ്ങൾക്ക് വേണ്ടത് ഒരു വെളിച്ചമാണ്. ഓൾറൈറ്റ്, ഇറ്റ്സ് ലൈക്ക് നിങ്ങളൊരു ഇരുട്ടായിട്ടുള്ള റൂമിൽ നിൽക്കുകയാണ്, നിങ്ങൾക്കൊന്നും കാണാൻ സാധിക്കുന്നില്ല. ഓക്കെ, സോ നിങ്ങൾക്ക് അവിടെ ഒരു വെളിച്ചം വേണം, എന്നാലേ നിങ്ങൾക്ക് എന്താണ് ചുറ്റുള്ളത്, എവിടേക്കാണ്, എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ, സോ ആ ഒരു വെളിച്ചത്തിലേക്ക് കണക്ട് ചെയ്യാൻ ഈ സമയം നിങ്ങൾക്ക് തന്നെ ഒരുപാട് മെന്റൽ പ്രഷർ കൊടുക്കാതിരിക്കുക. ജസ്റ്റ് ഗോ വിത്ത് ദ ഫ്ലോ, സമാധാനമായിട്ട് സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കുക. ഓൾറൈറ്റ്, സോ ലെറ്റ്സ് ടേക്ക് വൺ മോർ മെസ്സേജ്. എന്താണ് ഈ സമയം നിങ്ങൾ കേൾക്കേണ്ടത്? വാട്ട്സ് എ മെസ്സേജ് ഫോർ യു? യൂസ് ദ പവർ, നിങ്ങളുടെ മെന്റൽ പവർ നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഒരു സമയമാണ്. നിങ്ങളുടെ ഒരു ഇന്നർ സ്ട്രെങ്ത് നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഒരു ടൈമാണ്. ഓൾറൈറ്റ്, കാരണം ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള സൊല്യൂഷൻ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യാനുള്ള ഒരു സ്ട്രെങ്ത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ഈ സമയത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ വിട്ടുകൊടുത്തതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നഷ്ടപ്പെട്ടു പോയി, ഇനി കിട്ടുമോ ഇല്ലയോ എന്നൊന്നും അറിയാത്തൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ, ട്രസ്റ്റ് മീ, അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ സിറ്റുവേഷൻസ് സംഭവിക്കുക. അത് നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരുന്നല്ല പറയുന്നത്. എന്താണ് സംഭവിക്കാൻ പോകുന്നത് അത് നന്നായിട്ട് സംഭവിക്കും. പക്ഷെ ഈ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഒരു ഹെൽത്തിന് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. മെന്റൽ ഹെൽത്തിന്, സ്പെഷ്യലി മെന്റൽ ഹെൽത്തിന് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ആൻഡ് നിങ്ങൾ നിങ്ങളുടെ ഒരു വാല്യൂ മനസ്സിലാക്കുക, പവർ മനസ്സിലാക്കുക. ഇവിടെ കാര്യങ്ങൾ ദീർഘവീക്ഷണത്തോട് കൂടിയിട്ട് കാണാൻ ശ്രമിക്കുക ഈ സമയം. അതുപോലെ മെച്ചോർഡ് ആയിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാം. ഓൾറൈറ്റ്, ഇമോഷണലി സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാതിരിക്കുക, കാരണം നിങ്ങൾ അത് ഒരു രീതിയിലും ഹെൽപ്പ് ചെയ്യുന്നില്ല. ഓക്കെ, സോ അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഒരുപാട് ആളുകൾക്ക് ഇത് കണക്ട് ആയിക്കൊള്ളണമെന്നില്ല. ഓക്കെ, സോ നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു റീഡിംഗ് ആയിട്ട് വരുന്ന ഒരു ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.